ഡ്രോ ടെസ്റ്റ് നടത്താൻ പോവാണ്. റിയൽമി 13 Pro Plus എന്ന ഈ ഫോണിന്റെ ഡിസ്പ്ലേ കമഴ്ത്തി പിടിച്ചുകൊണ്ട് നേരെ താഴേക്ക് ഇടാൻ പോവാണ്. സൗണ്ട് ആണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്നും പറ്റിയിട്ടില്ല. ഗൊറില്ല ഗ്ലാസ് 7i ആണ്. സോ സ്ട്രോങ് ആയ പ്രൊട്ടക്ഷൻ ആണ്. ഡിസ്പ്ലേ ഒന്നും പെട്ടെന്ന് കംപ്ലൈന്റ് ആവില്ല എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇനി ഇത് വെള്ളത്തിനടി പിടിച്ചാൽ വെള്ളം കയറും ഇതിനകത്ത്. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ വെള്ളത്തിനടി പിടിച്ച് നോക്കാം. ഓക്കെ, 2 മിനിറ്റ് ആയിരിക്കാണ്. വർക്ക് ചെയ്യണ്ടോ നോക്കാം. ഓൺ ആവുന്നുണ്ട്. ഫിംഗർ പ്രിന്റും വർക്ക് ചെയ്തു. യാതൊരു വിഷയമില്ല, പക്കവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. IP65 വാട്ടർ റേറ്റിംഗ് ആണ് ഇതിനുള്ളത്. മൊത്തത്തിൽ ഗൊറില്ല ഗ്ലാസ് 7i IP65 റേറ്റിംഗ് അടക്കം സ്ട്രോങ് ആണ് ഈ ഫോൺ. പക്ഷെ സ്ട്രോങ് ആണെന്നുള്ളതല്ല ഇതിന്റെ മെയിൻ പോയിന്റ്. മെയിൻ പോയിന്റ് എന്താണെന്ന് സ്റ്റുഡിയോ പോയി നോക്കാം. അപ്പൊ ഈ ഒരു ഫോൺ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ ഈ സ്ട്രെങ്ത് അല്ല ഇതിന്റെ മെയിൻ പോയിന്റ്. ഇതിന്റെ മെയിൻ പോയിന്റ് ക്യാമറയാണ്. ഡുവൽ സോണി ക്യാമറ സെറ്റപ്പ് വെച്ചുകൊണ്ട് ഗംഭീര സംഭവമാണെന്നാണ് പറയുന്നത്. എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെ റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കാം. അതിനു മുമ്പ് ഒരു ക്വിക്ക് അൺബോക്സിംഗിലേക്ക് വരുമ്പോൾ ഫോണുകൾ മാത്രമല്ല കേട്ടോ. വാച്ച് S2 അയച്ചിട്ടുണ്ട്, അതേപോലെ ബഡ്സ് T310 ഇതൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാം. ആദ്യം റിയൽമി 13 Pro Plus എടുക്കാം. അതിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ മുകളിൽ തന്നെ കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂൾ എല്ലാം ഉണ്ട്. ഫോൺ നമ്മുടെ കയ്യിലോട്ട് വരികയാണ്. ഫോണിനെ കുറിച്ച് പറയാം. അതിന് മുമ്പ് ബോക്സിൽ 80 വാട്ടിന്റെ ചാർജർ ഉണ്ട്. പ്രോ പ്ലസിൽ അതേപോലെ തന്നെ ചാർജിംഗ് കേബിളും കാണാം. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഡിസൈന് വേണ്ടി റിയൽമി ബോസ്റ്റണിലുള്ള മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയുള്ള ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റ് ആണ് മോണറ്റ്. അദ്ദേഹത്തിന്റെ 2 പെയിന്റിങ്ങളിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ 2 ഫോണുകൾക്കും അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ. സോ കാണാനും കൈ പിടിക്കാനും ഒക്കെ ഒരേ ഫീലാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. മോണറ്റ് ഗോൾഡ്, മോണറ്റ് പർപ്പിൾ, അങ്ങനെ 2 കളർ വരുന്നുണ്ട് ഈ ഡിസൈൻ. ഇനി നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് വീഗൻ ലെതർ ആണ് ഇഷ്ടമെങ്കിൽ അതിന് വേറൊരു മോഡൽ ഉണ്ട്. എമറാൾഡ് ഗ്രീൻ എന്ന് പറയുന്ന കളർ, അത് വീഗൻ ലെതർ ആണ്. ഈ ഒരു ഫോണിന്റെ തിക്നെസ് 8.23 mm ആണ് വരുന്നത്. 190 ഗ്രാമിന്റെയാണ് വെയിറ്റ്. ഒപ്പം തന്നെ 2 ഫോണിലും ഫ്രണ്ടിൽ കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് 13 Pro ആണ്, ഇത് Pro Plus ആണ്. ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 120 Hz OLED ഡിസ്പ്ലേ ആണ്. 2000 nits പീക്ക് ബ്രൈറ്റ്നസ് വരെ വരുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റിക്കോ വിഷ്വൽ ക്വാളിറ്റിക്കോ ഒന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം സാമ്പിൾസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്, യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും വരുന്നുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ട് അടക്കമാണ്. അതുകൊണ്ട് തന്നെ ഓഡിയോ ക്വാളിറ്റിക്കും പ്രശ്നമില്ല. പിന്നെ കൂടാതെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്മൂത്ത് ആണ്. അതേപോലെ തന്നെ പെർഫോമൻസിന് രണ്ടിലും ഒരേപോലത്തെ ഒരു ലെവൽ കൊടുത്തിരിക്കുകയാണ്. 7s Gen 2 എന്ന പ്രോസറാണ്. പ്രോയിൽ കഴിഞ്ഞ വർഷം 6th ജനറേഷൻ ആയിരുന്നു പ്രോസർ. ഇവിടേക്ക് വരുമ്പോൾ 7s Gen 2 7th ജനറേഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു. ബട്ട് പെർഫോമൻസിൽ ഈ 2 ഫോണായാലും യാതൊരു ഇഷ്യൂവും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഗെയിമൊക്കെ ഞാൻ അവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. എന്തായാലും വിഷയമില്ല, ഡീസന്റ് ആയ ഒരു പെർഫോമൻസ് ഡേ ടു ഡേ ടാസ്കിനും മറ്റുമൊക്കെ ഈ ഫോൺ തരും. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹൈപ്പർ ഇമേജ് പ്ലസ് ക്യാമറ സിസ്റ്റം എന്നുള്ളതാണ് ഇതിന്റെ പേര് തന്നെ. സോണി ക്യാമറ, ഡുവൽ സോണി ക്യാമറയാണ് വരുന്നത്. മെയിൻ ക്യാമറ 50 MP, അതേപോലെ പെരിസ്കോപ്പിക് ക്യാമറ 50 MP. 2 സോണിയാണ്. 8 MP വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. 32 MP സെൽഫി ക്യാമറ. എന്നാലും ഇതിന്റെ ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകളാണ് കിട്ടുന്നത്. കണ്ടു നോക്കുക, എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. നല്ല മനോഹരമായ പോർട്രേറ്റ് ഇമേജുകൾ എടുക്കാൻ സാധിക്കും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നൈറ്റ് ഫോട്ടോസും ഈ ഒരു ഫോണിന്റെ ക്യാമറ കൊണ്ട് എടുക്കാൻ സാധിക്കും. രാത്രി ഏകദേശം ഒരു ലൈറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അവിടെ ഞാനൊന്ന് സൂം ചെയ്തൊരു 3x സൂം ചെയ്തൊരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ആ ഒരു ഒബ്ജക്റ്റിലേക്ക് ഞാൻ 3x സൂം ചെയ്തിട്ട് നൈറ്റിൽ ലോ ലൈറ്റിൽ എടുത്ത ഫോട്ടോ ഇത്രയും ക്ലാരിറ്റിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായി എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല. 120x വരെ സൂം ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. Pro Plus ഞാനിതിൽ 20x 30x ഒക്കെ സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഓക്കെ, ഇങ്ങനെ തന്നെയാണ് 20s 30s ഒക്കെ വരിക. പക്ഷേ ഇതിനെ AI അൾട്രാ ക്ലാരിറ്റി എന്ന ഫീച്ചറിലൂടെ ക്ലാരിറ്റി കൂട്ടാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഗാലറിയിൽ AI അൾട്രാ ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ക്ലാരിറ്റി ഈ രീതിയിൽ ഇമ്പ്രൂവ് ആയതായിട്ട് കാണാൻ സാധിക്കും. സോ ഗംഭീര ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ക്യാമറയിൽ AI അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ അധികം ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ വീഡിയോ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് ആണ് കിട്ടുന്നത്. മെയിൻ ക്യാമറയിൽ, സെൽഫി ക്യാമറയിൽ നിങ്ങൾക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ സാമ്പിളും 4K ആണ് കാണിക്കുന്നത്. എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനും കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. പിന്നെ 13 Pro ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല, കാരണം സെയിം ക്യാമറ സെറ്റപ്പാണ്. പെരിസ്കോപ്പിക് ക്യാമറ 13 Proയിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ലെവലാണ്, ക്വാളിറ്റിയും സെയിം ലെവലാണ്. സോ അതെല്ലാം ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇനി റിയൽമി 13 Pro Plusലെ ബാറ്ററി 5200 mAh ആണ്. 13 Proയിലും 5200 mAh ആണ്. ബട്ട് പ്ലസിൽ നമുക്ക് 80 വാട്ടിന്റെ ചാർജിങ് കിട്ടുന്നുണ്ട്. ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചാർജറും കിട്ടുന്നുണ്ട്. ഇതിൽ 45 വാട്ടാണ്. സോ അത് മാത്രം ഒന്ന് വ്യത്യാസം ഒന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ Wi-Fi 6, ബ്ലൂടൂത്ത് 5.2 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 5G ബാൻഡുകളൊക്കെ ആവശ്യത്തിനുണ്ട്. അവിടെ ഒന്ന് നെറ്റ്വർക്ക്, കോൾ, റിസപ്ഷൻ അവ കാര്യങ്ങളിലൊന്നും യാതൊരു ഇഷ്യൂസും വരുന്നില്ല. സോ മൊത്തത്തിൽ ഇതിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി ഞാൻ എല്ലാം പറഞ്ഞു. ഷോർട്ടായിട്ടേ പറഞ്ഞുള്ളൂ, എങ്കിൽ പോലും എല്ലാം കവർ ചെയ്തു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഫോൺ ഒരു നല്ല ക്യാമറ ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. വില താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ. കഴിഞ്ഞില്ല, പോകാൻ വരട്ടെ. ഒരു കാര്യം കൂടി, നമ്മുടെ കയ്യിൽ വാച്ച് S2 ഇരിക്കുന്നുണ്ട്, അതേപോലെ ബഡ്സ് ഇരിക്കുന്നുണ്ട്. വാച്ച്
ഞാൻ ഓൾറെഡി കൈ കെട്ടിയിട്ടുണ്ട്. എന്നാലും ബോക്സ് ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ വാച്ച് ഇതാ ഇങ്ങനെയാണ് ഇരിക്കേണ്ടായിരുന്നത്. നല്ല വാച്ചും കാര്യങ്ങളൊക്കെയാണ്. വാച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ എൻ്റെ കയ്യിൽ കിടക്കുന്നത് അത്യാവശ്യം നല്ല ഡീസന്റ് ഒരു നല്ല ലുക്കുള്ള വാച്ചാണ്. ഓവറായിട്ട് വല്ലാണ്ട് കാട്ടിക്കൂട്ടിട്ടൊന്നുമില്ല. വളരെ മാന്യമായിട്ട് ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു വാച്ച് എന്ന് പറയാം. ഈ വാച്ചിന്റെ ഡിസ്പ്ലേ 1.43 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. 110 സ്പോർട്സ് മോഡുകളും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 ദിവസത്തെ ബാറ്ററി ലൈഫാണ് കമ്പനി ഇതിൽ പറയുന്നത്. സോ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയടാവണ്ട. ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ദിവസങ്ങളോളം കൊണ്ട് നടന്ന് ബ്ലൂടൂത്ത് കോളിംഗ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. സോ മൊത്തത്തിൽ റിയൽമിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓൾറൗണ്ടർ വാച്ച് എന്ന് പറയാം, സ്മാർട്ട് വാച്ച്. ഇനി റിയൽമി T310 എന്ന് പറയുന്ന ഈ TWS അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തായാലും വളരെ കോമ്പാക്റ്റുമാണ്. പോക്കറ്റിലൊക്കെ സുഖമായിട്ടുണ്ട് നടക്കാം. ക്യാപ്സ്യൂൾ പരിവ് എന്ന് പറയുന്ന പോലെ. ഇതിന്റെ സൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ബേസ് ആണ്. നല്ല പഞ്ചിയായ ബേസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഒപ്പം നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ ഇത് തീർച്ചയായിട്ടും നല്ലൊരു TWS എന്ന് ഞാൻ പറയും. കാരണം ഞാനിപ്പോൾ കേട്ട് നോക്കിയിടത്തോളം കൊണ്ടും നല്ല സുഖമുണ്ട് പാട്ട് കേൾക്കാൻ. കോൾ ക്വാളിറ്റിയും അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ലൈഫിലും വലിയ അപാകതകളില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റിയൽമി ബഡ്സ് T310 എന്ന് പറയുന്ന ഈ ഒരു TWS ചൂസ് ചെയ്യാവുന്നതാണ്. റിയൽമിയുടെ ഒരു ഇക്കോ സിസ്റ്റം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സീംലെസ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. സോ റിയൽമി 13 Pro Plus അതേപോലെ വാച്ച് S2 അതേപോലെ തന്നെ ബഡ്സ് എല്ലാത്തിൻ്റെയും കാര്യം നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുകയാണ്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഇതിൻ്റെയൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിലും ഷെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസും ഓഫേഴ്സും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് മറ്റോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.